ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, കോടതിയുടെ പരാമർശം താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? അതായത് വ്യക്തത വരുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് താങ്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിലവിൽ ഗവർണർക്ക് ഒരു ബില്ലിന്മേൽ അധിക കാലതാമസം വെച്ചു പുലർത്താൻ സാധിക്കില്ല, അതിലൊരു തീരുമാനം ഗവർണർ കൈക്കൊണ്ടേ പറ്റൂ എന്ന് തന്നെയല്ലേ കോടതി പറഞ്ഞു വെക്കുന്നത്? അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ നിയമസഭയിൽ പാസാക്കിയ ബില്ല് അത് ഗവർണർ അനിയന്ത്രിതമായി ഒരു കാരണവുമില്ലാതെ തടഞ്ഞു വെക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ്. ഗവർണറുടെ മുമ്പിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് അനുവാദം നൽകാം, അല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. അതുമല്ലെങ്കിൽ ഇതിൽ വലിയ ഭരണഘടനാ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ യുക്തം അനുസരിച്ച് മറ്റ് നടപടികളിലേക്ക് പോകാം. ഇതൊന്നും ചെയ്യാതെ ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ പോക്കറ്റ് വീറ്റോ എന്ന് പറയും, അതായത് അനിശ്ചിതകാലത്തേക്ക് ഒരു ബില്ല് തടഞ്ഞു വെക്കുന്നത് നിയമപരമായിട്ട് ശരിയല്ല. ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഗവർണർ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച് ബില്ലുകൾ തടഞ്ഞു വെക്കുകയാണെങ്കിൽ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെയും ഇതേ പ്രശ്നം തന്നെയുണ്ട്. കോടതി എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇടപെടും? ഗവർണർക്ക് ഈ രീതിയിലുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം കോടതിക്കുണ്ടോ എന്നുള്ളതാണ് വേറെ പ്രശ്നം. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ അനിയന്ത്രിതമായി തടഞ്ഞു വെക്കുന്നത് ഉചിതമല്ല എന്ന് തന്നെയാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം. സുപ്രീം കോടതി വിധിയും ആ ദിശയിൽ തന്നെയാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ബില്ല് തിരിച്ചയച്ചാൽ തന്നെ സർക്കാർ അത് വീണ്ടും ഗവർണർക്ക് അയക്കുന്ന സാഹചര്യം അങ്ങനെയിരുന്നതാണ്. അതിൽ എന്താണ് താങ്കൾക്ക് അതിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ ഇപ്പോഴത്തെ ഈ കോടതി പരാമർശം? അല്ല, അത് വിധിയുടെ പൂർണ്ണരൂപം കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഗവർണർക്ക് അനിയന്ത്രിതമായിട്ട് അനിശ്ചിതമായിട്ടും തടഞ്ഞു വെക്കാൻ പറ്റുകയില്ല. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഗവർണർക്ക് ന്യായമായ ഒരു തർക്കം ഉന്നയിച്ച് വേണമെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. കേരളത്തിൽ തന്നെ അങ്ങനെ ഉദാഹരണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അത് ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കണ്ണൂർ കരുണ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ അവിഹിതമായി പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള നിയമസഭ ആദ്യം ഒരു ഓർഡിനൻസ് കൊടുത്തു. ആ ഓർഡിനൻസ് അന്നത്തെ ഗവർണറായിരുന്ന മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന പി സദാശിവം അതിലൊപ്പിട്ടു. ഈ ഓർഡിനൻസിനെതിരായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഈ ഓർഡിനൻസിനെ അതിനിശിതമായി വിമർശിച്ചു. ഇത് അങ്ങേയറ്റം തെറ്റാണ്, സുപ്രീം കോടതി വിധി അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഓർഡിനൻസ് ആണ് എന്ന് പറഞ്ഞ് അത് നിയമവിരുദ്ധമാക്കി. അതേ സമയത്ത് നമ്മുടെ മഹത്തായ കേരള നിയമസഭ ഇത് നിയമമായിട്ട് പാസാക്കി. ഇവരുടെ പ്രവേശനം അംഗീകരിച്ചുകൊണ്ട് ഓർഡിനൻസ് ഇറക്കിയത് 6 മാസം കഴിയുമ്പോൾ ലാപ്സ് ആവുമല്ലോ. അപ്പൊ അത് ഒരു ബില്ല് കൊടുത്ത് പാസ്സാക്കി. ഇത് ഒപ്പിടാനായിട്ട് അന്നത്തെ ബഹുമാനപ്പെട്ട ഗവർണറെ മേശപ്പുറത്ത് ഇരിക്കുമ്പോഴാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ തട്ട് കിട്ടുന്നത്. ഗവർണർ എന്താ വെച്ചാൽ ഇതിൽ ഒപ്പിടാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ചു. സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ വ്യക്തത കൈവരുന്നുണ്ടോ എന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പോൾ